ചെറിയ പാസ്ത ഒന്നും ഇതുണ്ടല്ലേ, ഞാൻ ഉണ്ടാക്കണതാണ് കിട്ടിയില്ല പാസ്ത. ഇന്ന് റിച്ച് കുക്ക് ചെയ്യാൻ പോകുന്നത് ചിക്കൻ ക്രീമി പാസ്ത. ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു ഡിഷ് ഇവിടെ ഉണ്ടാക്കുന്നത്. ഇതിനു വേണ്ടി ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. കുറച്ച് ചിക്കൻ വേണം, പാസ്ത വേണം, പിന്നെ കുറച്ച് വെജിറ്റബിൾസും. കുറച്ച് എണ്ണ ചൂടാക്കി അതിനകത്തേക്ക് വെളുത്തുള്ളി ഇട്ട് മൂപ്പിക്കുക. അതിന്റെ മേലേക്ക് കുറച്ച് സവാളയും കൂടിയിട്ട് ഒന്ന് വാട്ടിയെടുക്കുക. ശേഷം നിങ്ങൾക്ക് ആവശ്യമുള്ള വെജിറ്റബിൾസ് ഒക്കെ ഇടുക. ഞാനിവിടെ അധികം വെജിറ്റബിൾസ് ഒന്നും എടുത്തിട്ടില്ല. ക്യാരറ്റ്, ബ്രോക്കോളി, മഞ്ഞ ക്യാപ്സിക്കം, പച്ച ക്യാപ്സിക്കം അത്രേ ഉള്ളൂ. വെജീസ് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുത്തതിന് ശേഷം മാറ്റി വെക്കുക. ശേഷം ഒരു പാൻ എടുക്കുക, അതിനകത്ത് കുറച്ച് ബട്ടർ ഒന്ന് മെൽറ്റായി വരുമ്പോഴത്തേക്ക് അതിനകത്ത് കുറച്ച് മൈദപ്പൊടി ഇട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ ഈ കാണുന്ന രൂപത്തിൽ. ഇതെന്തിനാന്ന് വെച്ചാൽ പാസ്തേന്റെ മേലുള്ള തിക്ക് ക്രീം ഇല്ലേ, തിക്ക് ക്രീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് കുറച്ച് പാലും കൂടിയിട്ട് ജസ്റ്റ് ഒന്ന് പതുക്കെ ഇളക്കിയെടുക്കുക. അപ്പോൾ കറക്റ്റ് ഫോം കിട്ടും. അവസാനം കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളകും കൂടിയിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ക്രീം റെഡി. ഇപ്പൊ ഏതാണ്ട് 90% പരിപാടി കഴിഞ്ഞ് ഇനി നമ്മളെല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്യണം. നേരത്തെ മാറ്റി വെച്ച വെജിറ്റബിൾസ് എല്ലാം കൂടി എടുത്ത് ഇതിനകത്തേക്ക് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇതൊന്ന് സെറ്റായി വരുമ്പോഴത്തേക്ക് ഇതിനകത്ത് നമ്മൾ നേരത്തെ ചിക്കൻ അങ്ങോട്ട് ആഡ് ചെയ്യുക. ഇപ്പൊ ഇതിനകത്ത് നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. നിങ്ങൾക്ക് സ്മെല്ല് വരുന്നുണ്ടോ? ഒന്നുകൂടി അങ്ങോട്ട് ഇളക്കി യോജിപ്പിക്കുക. ചിക്കനിലേക്ക് ആ സോസ് നല്ലോണം അങ്ങോട്ട് പിടിക്കട്ടെ. ക്ലൈമാക്സിലേക്ക് ആദ്യം തന്നെ പുഴുങ്ങി മാറ്റി വെച്ചാൽ നമ്മളെ മക്രോണിക്ക് വരാൻ സമയമായി. മക്രോണിയും കൂടി ഇട്ട് എന്നൊക്കെ ഇളക്കി മറച്ച് കുഴച്ച് കഴിഞ്ഞാൽ നമ്മളെ പരിപാടി കഴിഞ്ഞു. ഇനി നല്ലൊരു വെള്ള കളർ പ്ലേറ്റ് എടുക്കുക. അതിൻ്റെ അകത്ത് ഇത് വിളമ്പി വെച്ചിട്ട് അങ്ങോട്ട് തിന്ന്. ആ പാസ്തയുടെ കളറും കൺസിസ്റ്റൻസിയും കണ്ട. ഇത് കണ്ടിട്ട് എന്റെ ഭാര്യ ഇത് ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന ആരെങ്കിലും പറയും, ഓ ഇവളുടെ ഒരു ഇവളൊരു കഴിവേറി തന്നെ എന്നോട് പറയാൻ പറഞ്ഞില്ല എന്ന് പറഞ്ഞു. പക്ഷെ വാട്ടവർ നമ്മൾ ഇതെടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കിയ സമയത്ത് തന്നെ ഒടുക്കത്തെ ടേസ്റ്റ് ആയിരുന്നു. ഇത് ഉണ്ടാക്കി തുടങ്ങി പകുതി എത്തപ്പോൾ ഞാൻ വിചാരിച്ചത് പാളിന്നാണ്. പക്ഷെങ്കിൽ പാളിയിട്ടില്ല ഗൈസ്. ഇത് ഒടുക്കത്തെ ടേസ്റ്റ് ഉള്ള വെരി സിമ്പിൾ ഡിഷാണ്. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഉണ്ടാക്കി നോക്കാം. വളരെ ടേസ്റ്റിയാണ്. അപ്പൊ ഇന്ന് ഇത്രേ ഉള്ളൂ. ബാക്കി നാളെ ഇനിയുള്ള വീഡിയോസിനായിട്ട് പേജ് ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക.